നീ എന്റെ സോഫ എല്ലാം കൊഞ്ചം പാത്തെടുത്തിരുവീങ്ക. തമിഴ് പറ്റി എടുത്ത ബോർഡർ ഏരിയ ആയതിന്റെ പേരിൽ ഇവിടുത്തെ തൊഴിലാളികൾ മുഴുവൻ തമിഴന്മാരാ. ഓ അല്ല, ഇതെന്താ നേരത്തെ എത്തിയല്ലോ? ആ വരണം, ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. ഇത് നമ്മുടെ അയൽവാസി വിശ്വനും ഭാര്യയും. നമസ്കാരം. ഇത് നമ്മുടെ പേര് സോഫി. ഞാൻ അങ്ങോട്ട് പോവാം. ഞാനെവിടെ? ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? കൊള്ളാം. ചേട്ടൻ ഇവിടുത്തെ ഭൂമിശാസ്ത്രം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു 2 ദിവസമായിട്ട്. മോന് ഉറങ്ങിയാ? മെതുവാ പതുക്കെ. സാറ് വേഗം റെഡി ആയിക്കോ, ഞാൻ ലീവ് എടുത്തിരിക്കുക. ഞാൻ തന്നെ. ഓ നമസ്കാരം. നമസ്കാരം. വരണം വരണം, എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ? അയ്യോ ഒന്നും വേണ്ട. അത് പറ്റില്ല. വേണ്ട മുതലാളി, ഞങ്ങൾക്ക് ഒരുപിടി പണിയുണ്ട്. എന്നാ ഇത്തരം ജോലി എനിക്കെന്താ? പിന്നെ എന്താ വിശേഷിച്ച്? അംഗഹീനരായ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്. അതിലേക്ക് ഒരു ക്യാൻറ്റീന്റെ പണിയൂടെ ബാക്കിയുണ്ട്. കൊള്ളാം, നല്ല കാര്യമല്ലേ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുതലാളിയാണ് ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്കുള്ള ഒരു രക്ഷ. ഓ, ഇതിലേക്ക് എന്തിരിക്കുന്നു മിസ്റ്റർ മുഹമ്മദ് അലി? അവസാനം നമുക്ക് ഇതൊക്കെയല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇതിനാവശ്യമുള്ള തടി എന്റെ മില്ലിൽ നിന്ന് എടുപ്പിച്ചോളൂ. രാധാകൃഷ്ണനോട് പറഞ്ഞാൽ മതി. പിന്നെ ഇനിയും പൈസ വേണ്ടി വരുമല്ലോ അല്ലേ? കുഞ്ഞലക്ഷ്മി, എന്തോ? നീ വരൂ. അലമാരി ചെക്ക് ബുക്കിംഗ് എടുത്തോളൂ. എന്റെ വൈഫാണ്. ഓ, മോൻ സ്കൂളിൽ പോയോ? അവർ റെഡിയാകുക. നേരെ എത്രയായി? ഇപ്പൊ വിട്ടേക്കാം. ഉണ്ണി, ഉണ്ണി. എന്താ? എന്താ മോനെ ക്ലാസ്സിൽ പോകാൻ ഇത്ര വൈകിയത്? നേരെ എത്രയായി? മണി 9 ആയില്ല. വേഗം വെക്കോളൂ. എവിടെയാ? സെയിന്റ് ആന്റണീസിലാണോ? അതെ. ഓ, അവിടം വരെ നടന്നു. അതിനെന്താ? വേണമെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അതുവഴിയാ പോകുന്നത്. ഏയ്, അവൻ നടന്നു വെക്കോളും. സൗകര്യങ്ങൾ ഉണ്ടെന്ന് കരുതി കുട്ടികളെ ചെറുപ്പത്തിലെ സുഖലോലുപരാക്കരുത്. എന്താ മതിയോ? ധാരാളം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ മുതലാളി. സിറ്റിയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമമാണെങ്കിലും ഇതൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാന്റെ പേരെന്താ? ഇവിടെ പഞ്ചായത്താ. പ്രസിഡന്റ് ആരാ? കുഞ്ഞുണ്ണി മാസ്റ്റർ. പുള്ളി ഒന്ന് പരിചയപ്പെടണം. പിന്നെ ഇവിടുത്തെ പ്രധാന പൗരന്മാരെയൊക്കെ ഒന്ന് കാണണം. ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഇതാണോ സാർ സ്ഥലം? ആ പാറയും മരങ്ങൾക്ക് ആരുടേതാ? അതെല്ലാം ഗുപ്ത മുതലാളിയുടെ സ്ഥലമാ. അതിനപ്പുറം അങ്ങയുടെ വീടാ. ആരായി ഗുപ്ത? CK ഗുപ്ത എന്ന് പറയും. വലിയ ഫാക്ടറി മറ്റുമുള്ള വലിയ കോടീശ്വരൻ. Yes, Gupta here. Hello, Mr. Rosario. How are you? I have already sent it to you. Okay. Okay. Okay, Baba.
പ്ലീസ് കണക്ട് മിസ്റ്റർ രവി. ഇരിക്കും മിസ്റ്റർ രാജേന്ദ്രൻ. താങ്ക് യു. ആ രവി, സാധനങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിരിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട എന്ന് പറയണം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ രാജേന്ദ്രൻ, മസ്കറ്റ് സാധനങ്ങൾ പോർട്ടിലേക്ക് അയച്ചല്ലോ. അത് മണ്ട എക്സ്പോർട്ട് ചെയ്തിരിക്കും. ഗുഡ്. അപ്പൊ രവി, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ. ആ സിൽവർ എങ്ങനെ? ആ അപ്പൊ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബൈ. ഇരിക്കും മിസ്റ്റർ രാജേന്ദ്രൻ. എന്താ രാജേന്ദ്രൻ? കൂപ്പിലേക്ക് കുറെ തൊഴിലാളികളെ ഷിഫ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഫാക്ടറിയിൽ സ്കേഴ്സിച്ചുണ്ട്. അതിനെന്താ, കുറച്ച് ആളുകളെ കൂടി റിക്രൂട്ട് ചെയ്യണം. ശരി. ഇന്നലെ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് കസ്റ്റംസ് ചെയ്ത ഒരു ലോറി പിടിച്ചെന്ന് കേട്ടു. അതാരാണെന്ന് അന്വേഷിച്ച് പറയണം. ഓക്കെ, അന്വേഷിച്ച് പറയാം. അപ്പൊ രാജേന്ദ്രൻ പോയിക്കോളൂ, ഞാൻ വന്നോളാം. ശരി. ഇതിലൊന്ന് സൈൻ ചെയ്യണം സാർ. വണ്ടി നിർത്തൂ. എന്താ മുതലാളി, ഇന്നാളി ഫാക്ടറിയിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ ആ രാഘവൻ വന്ന് ഇപ്പൊ ഉണ്ട്. നമസ്കാരം മുതലാളി. ഞാൻ മുതലാളി ഒന്ന് കാണാൻ വന്ന. 3 മാസമായി തീരെ വയ്യ മുതലാളി. 5-8 ദിവസമായി ഞാനും കുടുംബവും മുഴു പട്ടിണിയിലാണ്. ശരി, നിന്നോട് ആര് പറഞ്ഞടാ ഇതിനേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ? അതിന്റെ ഏത് സൈഡാണ് ട്രബിൾ? അപ്പർ സൈഡ്. ആ മേലെ. അതിന്റെ നമ്പർ എല്ലാം നോട്ട് ചെയ്ത് തന്നേക്ക്. ഞാൻ മിസ്റ്റർ റോസേറിയക്ക് എഴുതാം. ഓക്കെ. ഓക്കെ. ഇന്ന് എത്ര ലോറി പാലെത്തി? 12. ആ ബട്ടർ സ്റ്റോക്ക് എത്രയുണ്ട്? 40 tons. ആ ബാംഗ്ലൂരിൽ നിന്നെല്ലാം ഗീ കൂടുതൽ വേണമെന്ന് ഓർഡർ ഉണ്ട്. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ പിന്നെ ഇന്ന് രാത്രി വരുന്ന ലോഡ് എസ്റ്റേറ്റിലേക്ക് തിരിച്ചു വിട്ടിരിക്കണം. ശരി സർ. ആംബുലൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലല്ലേ? അതെ. ആ പേഷ്യന്റ് എപ്പോഴും കോൺവെന്റ് കുട്ടികളുടെ ശബ്ദം കേട്ടാൽ മതി, ചങ്ങല ഒരു പുറത്തേക്ക് വിടും.
നിങ്ങൾ കണ്ടില്ലേ കുട്ടി പോയത്? ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കിടക്കായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഒരു ടിപ്പിക്കൽ കേസാണെന്ന്. വല്ല അപകടം സംഭവിച്ചാൽ ആര് സമാധാനം പറയും?